ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ വോളിയം കാണാനുള്ള അടുത്ത ഒരു മെത്തേഡാണത്. അടുത്ത ഒരു സോളിഡിൻ്റെ ഷേപ്പ് വാഷർ ഷേപ്പിൽ വന്നാൽ അതിൻ്റെ വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നോക്കിയാട്ടെ. അപ്പം നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ സോളിഡിൻ്റെ വോളിയം കാണാനായിട്ട് പഠിച്ചു. അപ്പം എല്ലാ സോളിഡിൻ്റെ കേസിലും നമുക്ക് സോളിഡ് ഇൻറ്റീരിയർ മാത്രമല്ല ഉണ്ടാകുന്നത്. ചില കേസിൽ ആ സോളിഡിന് ഹോളോ അല്ലെങ്കിൽ ചാനലോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഇൻറ്റീരിയർ സർഫസും കൂടെ അവിടെ ഡിഫൈൻ ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ലെറ്റ് എഫ് ആൻഡ് ജി ബി കണ്ടിന്യൂസ് ആൻഡ് നോൺ നെഗറ്റീവ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി. ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ നമ്മൾ രണ്ട് കർവിനെ ഡിഫൈൻ ചെയ്യുന്നു, എഫും ജിയും എടുക്കുന്നു. അവിടെ കണ്ടീഷനുണ്ട്, സപ്പോസ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോർ ഓൾ എക്സ് ഇൻ ദ ഇൻ്റർവൽ എ കോമ ബി. എ കോമ ബി എന്ന് പറയുന്ന ഇൻ്റർവെൽ നിന്നും ഏതൊരു എക്സ് എടുത്താലും നമുക്കവിടെ ഒരു റീജിയൻ ആറിനെ ഡിഫൈൻ ചെയ്യാം. ആർ എന്ന് പറയുന്ന റീജിയൻ ദാറ്റ് ഈസ് ബൗണ്ടഡ് എബോവ് ബൈ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിന് ബൗണ്ടഡ് എബോവും അതേപോലെ ബൗണ്ടഡ് ബിലോ ബൈ വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ആയിരിക്കും. പിന്നെ ആൻഡ് ഓൺ ദ ലൈൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി. ഇതാണ് നമ്മുടെ ഡിഫൈൻ ചെയ്യുന്ന റീജിയൻ. ഇതാ ഇങ്ങനെ എടുക്കുന്നു. അതായത് എക്സ് ഈക്വൽ ടു ഇതാ ഇവിടെ നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റും ഇവിടെ എക്സ് ഈക്വൽ ടു ബി എടുക്കുന്നു. അപ്പോൾ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈൻ ഇതും എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ലൈൻ ഇത് എടുക്കുന്നു. ഇതാണ് നമ്മുടെ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവ് മുകളിലും വരും. അതേപോലെ വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്ന് പറയുന്ന കർവ് താഴെയും വരും. അപ്പോൾ ജി ബൗണ്ടഡ് എബോവ് ബൈ വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സും ബൗണ്ടഡ് ബിലോ ബൈ വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സും എടുക്കുന്നു. അതിനിടയിലുള്ള ബിറ്റ്വീൻ ദ ലൈൻസ് ആയിരിക്കും എക്സ് ഈക്വൽ ടു എയും എക്സ് ഈക്വൽ ടു ബി. അതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്ത് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു റീജിയണിൻ്റെ വോളിയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം ഈ റീജിയണിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നു? സ്ലൈസിങ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സ്ലൈസിങ് മെത്തേഡ് അനുസരിച്ച് നമ്മുടെ ക്രോസ് സെക്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിഡ് ഇതാണ്ട് the cross section of the solid taken perpendicular to the x-axis at the point x is the annular or washer shaped region with the inner radius g of x and outer radius f of x. അപ്പോൾ സ്ലൈസിങ് മെത്തേഡ് അപ്ലൈ ചെയ്താണ് വോളിയം കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ആനുലാർ ഷേപ്ഡ് ആണ്. ആനുലാർ ഷേപ്ഡിന് ഇന്നർ റേഡിയസിനെ നമ്മൾ ജി ഓഫ് എക്സ് എന്നും ഔട്ടർ റേഡിയസിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നും ഡിഫൈൻ ചെയ്യുന്നു. അവിടെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇന്നർ റേഡിയസിനെ നമുക്ക് R2 എന്ന് ഡിനോട്ട് ചെയ്യാം. R2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ജി ഓഫ് എക്സ് ആയിരിക്കും. ഔട്ടർ റേഡിയസിനെ നമുക്ക് എഫ് ഓഫ് എക്സ് ആണ്, അതിനെ നമുക്ക് R1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഔട്ടർ റേഡിയസ് R1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. R1 ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ക്രോസ് സെക്ഷൻ ഏതാണെന്ന്, ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അത് എക്സ് ആക്സിസിനാണോ വൈ ആക്സിസിനാണോ പെർപെൻഡിക്കുലർ എന്ന് നോക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ് വോളിയം വി ഈസ് ഈക്വൽ ടു എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് വോളിയം കാണാനുള്ള ഇക്വേഷൻ വോളിയം വി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി. നമ്മുടെ ക്രോസ് സെക്ഷൻ പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആയതുകൊണ്ട് അതിന് നമുക്ക് എ ഓഫ് എക്സ് എന്ന് എടുക്കാം. എ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. ഓക്കെ, അവിടെ എ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസും ഉണ്ട്. അപ്പം എ ഓഫ് എക്സ് ആണ് ഇക്വേഷൻ പൈ ഇൻറ്റു R1 സ്ക്വയർഡ്. ഔട്ടർ റേഡിയസിൻ്റെ R1 അല്ലേ, പൈ R1 സ്ക്വയർഡ് മൈനസ് പൈ R2 സ്ക്വയർഡ് എന്ന് നമുക്ക് ക്രോസ് സെക്ഷൻ ഏരിയ എ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ പൈ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ മൈനസ് പൈ ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ ജി ഓഫ് എക്സ് ആണ്. അപ്പോൾ പൈ ഇൻറ്റു ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു തരും പൈ കോമൺ എടുക്കാം. പൈ കോമൺ എടുക്കുക, ബ്രാക്കറ്റ് എന്ത് വരും? എഫ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ. ഇതാണ് നമ്മുടെ ക്രോസ് സെക്ഷൻ ഏരിയ എ ഓഫ് എക്സ് കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ദാ ഈ എ ഓഫ് എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം വി കിട്ടും. അപ്പം വോളിയം വി ഇസ് ഈക്വൽ ടു ഇതൊരു ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി ആണ്. എ ഓഫ് എക്സ് എന്താണ്? പൈ ഇൻറ്റു പൈയുടെ ബ്രാക്കറ്റിൽ എഫ് ഓഫ് എക്സ് അതിൻ്റെ സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ വോളിയം ഓഫ് ദ വാഷർ മെത്തേഡിൽ വോളിയം കാണുന്നത്. അവിടെ വാഷർ മെത്തേഡ് ആണെന്ന് പറയാൻ കാരണം അതിനകത്തൊരു ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസും ഉണ്ട്. നമ്മുടെ സോളിഡിൻ്റെ ഷേപ്പ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിഡ് എന്ന് പറയുന്നത് ആനുലാർ ഷേപ്ഡ് അല്ലെങ്കിൽ വാഷർ ഷേപ്ഡ് ആണ്. ഇവിടെ സോളിഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസ് ആണ്. ഇനി ഇതേ കേസ് തന്നെ പെർപെൻഡിക്കുലർ ടു വൈ ആക്സിസ് ആണെങ്കിൽ എങ്ങനെ ഒരു ഇക്വേഷൻ? വോളിയം വി ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ ഇസ് ഈക്വൽ ടു സി ടു ഡി പൈ ഇൻറ്റു പൈയുടെ ബ്രാക്കറ്റിൽ
W of y അതിൻ്റെ സ്ക്വയർ മൈനസ് V of yയുടെ സ്ക്വയർ. ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ഇതെന്താണ്? ഇത് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിഡ് A of y ആണ്. അത് A of y എന്ന് പറഞ്ഞ ആർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും? അവിടെ പെർപെൻഡിക്കുലർ ടു വാഷർ എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ ടു y ആക്സിസ് ആകുമ്പോൾ ഈ പൈയുടെ ബ്രാക്കറ്റ് കിടക്കുന്ന ഇത് മൊത്തത്തിൽ എന്താണ്? ഇത് മൊത്തത്തിലാണ് നമ്മുടെ A of y എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്രാക്കറ്റ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ കിട്ടുന്ന ടേമാണ് A of y. അപ്പോൾ പെർപെൻഡിക്കുലർ ടു എക്സ് ആക്സിസും പെർപെൻഡിക്കുലർ ടു y ആക്സിസും ആകുന്ന കേസിലുള്ള ഇക്വേഷൻ ഇതാണ്. ഇനി ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് വാഷർ ഷേപ്ഡ് ആയതുകൊണ്ടാണ് നമ്മളിതിനെ മെത്തേഡ് ഓഫ് വാഷർ എന്ന് പറയുന്നത്. സോളിഡിൻ്റെ നമ്മുടെ ക്രോസ് സെക്ഷൻ സോളിഡ് ആണെങ്കിൽ സോളിഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നു. വാഷറിൻ്റെ ഷേപ്പ് ആണെങ്കിൽ വാഷർ മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലം നോക്കിയാട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് when the region between the graph of the equation f of x equal to 1/2 plus x squared, g of x equal to x and over the interval 0,2 is revolve about x axis. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് റിവോൾവ് അബൌട്ട് എക്സ് ആക്സിസ് ആണെന്ന് പറയുന്നുണ്ട്. റിവോൾവ് അബൌട്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ട് വോളിയം കാണാൻ ഇക്വേഷൻ തന്നെ വോളിയം V is equal to ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി. അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ എ ഓഫ് എക്സ് എന്ന് എടുക്കാം. എ ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. അതൊക്കെ ആണല്ലോ. ഇനി നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് എവിടെയാണ് ലൈ ചെയ്യുന്നത്? റീജിയൻ ബിറ്റ്വീൻ ദ ഗ്രാഫ് ഓഫ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലല്ലേ റീജിയൻ ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എ ഓഫ് എക്സ് കാണാൻ ഇക്വേഷൻ എന്ത് വരും? എ ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ x equal to a to b pi into f of x in the square minus g of x in the square വരും. മനസ്സിലായി? നമുക്ക് ഫിഗർ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് പറയാൻ സാധിക്കും. ഇവിടെ വോളിയം എന്ന് പറയുന്നത് റിവോൾവ് അബൌട്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ട് വോളിയം കാണാൻ ഇക്വേഷൻ ഇന്റഗ്രൽ x ഈക്വൽ ടു a to b a of x dx ആണ്. അവിടെ a of x കാണാൻ ഇക്വേഷൻ റീജിയൻ എന്ന് പറയുന്നത് എവിടെയാണ് ലൈ ചെയ്യുന്നത്? ബിറ്റ്വീൻ എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും ഇടയിലല്ലേ. അപ്പോൾ എ ഓഫ് എക്സ് കാണാൻ ഇക്വേഷൻ ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി പൈ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി പൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് ആരാ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2 പ്ലസ് എക്സ് സ്ക്വയർഡ് ആണ് അല്ലേ. 1/2 പ്ലസ് എക്സ് സ്ക്വയർഡ്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ വരും എഫ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സ് ആരാ? എക്സ് അല്ലേ. അപ്പം എക്സിൻ്റെ സ്ക്വയർ വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തിനും ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഓഫ് ഇവിടെ ഇൻ്റഗ്രൽ വേണ്ടേ, സോറി ഇവിടെ ഇൻ്റഗ്രൽ വേണ്ട. പൈ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ ഇൻ്റഗ്രലിൻ്റെ സിമ്പിൾ വേണ്ടേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തിനും ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു പൈയുടെ ബ്രാക്കറ്റ് നോക്കിയേ 1/2 പ്ലസ് എക്സ് സ്ക്വയർ അതിൻ്റെ സ്ക്വയർ അല്ലേ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർഡ് 1/2ൻ്റെ സ്ക്വയർ 1/4 വരും പ്ലസ് 2ab 2ab എന്താണ്? 2 ഇൻറ്റു 1/2 ഇൻറ്റു എക്സ് സ്ക്വയർഡ് പ്ലസ് ബി സ്ക്വയർഡ് ആകുമ്പോൾ എന്തും എക്സ് സ്ക്വയർഡിൻ്റെ സ്ക്വയർ എക്സ് റൈസ് ടു 4 മൈനസ് എക്സ് സ്ക്വയർഡ് വരും. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു പൈയുടെ ബ്രാക്കറ്റിൽ ആദ്യത്തെ ടേം 1/4 വരും പ്ലസ് നോക്കിയേ ഇവിടെ ഈ 2 2 ക്യാൻസൽ ആയിപ്പോവും. ബാക്കി എക്സ് സ്ക്വയർഡ് മൈനസ് എക്സ് സ്ക്വയർഡ് അല്ലേ അതങ്ങ് എന്തായിപ്പോവും ക്യാൻസൽ ആയിപ്പോയിട്ട് 1/4 പ്ലസ് എക്സ് റൈസ് ടു 4 വരും എ ഓഫ് എക്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പം റിവോൾവ് അബൌട്ട് എക്സ് ആക്സിസ് ആയതുകൊണ്ട് വോളിയം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. എ ഓഫ് എക്സ് എന്ന് പറയുന്ന റീജിയൻ എഫ് ഓഫ് എക്സിനും ജി ഓഫ് എക്സിനും ഇടയിലായതുകൊണ്ട് എ ഓഫ് എക്സ് കാണാനുള്ള ഇക്വേഷൻ പൈ ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ മൈനസ് ജി ഓഫ് എക്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ പൈ ഇൻറ്റു 1/4 പ്ലസ് എക്സ് റൈസ് ടു 4 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ തന്നെ വോളിയം V ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി അല്ലേ. ഇന്റഗ്രൽ എക്സ് ഈക്വൽ ടു എ ടു ബി പൈ ഇൻറ്റു പൈയുടെ ബ്രാക്കറ്റ് എന്തിനും പൈയുടെ ബ്രാക്കറ്റിൽ 1/4 പ്ലസ് എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡി എക്സ് വരും. ഓക്കെ, നമുക്ക് എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കണമല്ലോ. എക്സിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇത് രണ്ടും നമ്മുടെ സെയിം കർവ് അല്ലേ. അതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഇക്വേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫിഗർ വരച്ച് നോക്കാം അല്ലേ. രണ്ടിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റിനകത്ത് അല്ല വേണ്ട ഇതൊന്നും ചെയ്യണം. ക്വസ്റ്റിനകത്ത് ഇൻ്റർവൽ തന്നിട്ടുണ്ട് ഏതാ 0 to 2. അപ്പം ക്വസ്റ്റിനകത്ത് 0 to 2 ഉണ്ട്. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ഡയറക്റ്റ് ക്വസ്റ്റിനകത്ത് നിന്ന് ലിമിറ്റ് എടുക്കാം. എക്സ് ഈക്വൽ ടു 0 to 2 ആണ്. പൈ ഇൻറ്റു പൈയുടെ ബ്രാക്കറ്റ് എത്ര വരും? പൈയുടെ ബ്രാക്കറ്റിൽ 1/4 പ്ലസ് എക്സ് റൈസ് ടു 4 ഇൻറ്റു ഡി എക്സ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുന്നു. 1/4ൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ 1/4 ഇൻറ്റു എക്സ് ആണ്. എക്സ് റൈസ് ടു 4ൻ്റെ ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 5a/5 ആണ്. ലിമിറ്റിംഗ് വാല്യൂ 0 to 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു
എക്സ് വന്നിട്ട് അപ്പർ ലിമിറ്റ് 2 കൊടുത്താൽ 2/4 ഒരു ആദ്യത്തെ ടേം. അടുത്തത് 2⁵. നമ്മൾ പഠിച്ചിട്ടുണ്ട് 32 ആണ്. 32/5 വരും. അപ്പർ ലിമിറ്റ് 2 കൊടുത്തു. പിന്നെ മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ് കൊടുക്കേണ്ടത്. എക്സിൻ്റെ അവിടെ 0 കൊടുത്താൽ 0 ആകുന്നതുകൊണ്ട് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് LCM എടുക്കാം. ഇവിടെ 5 × 2 എത്ര വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 5 × 2 അല്ലേ, പ്ലസ് അടുത്ത് എത്ര വരുന്നത് 5 × 2 വരും. പിന്നെ 4 × 32 വരും അല്ലേ. 4 × 32 128 വരും. അപ്പോൾ 10 + 128 ഡിവൈഡഡ് ബൈ 5 × 4 20 വരും. ഓക്കെ, ഇതാ ഇങ്ങോട്ട് എഴുതാവേ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു പൈയുടെ ബ്രാക്കറ്റിൽ 138 ഡിവൈഡഡ് ബൈ 20 വരും. നമുക്കൊരു 2 വെച്ച് ക്യാൻസൽ ചെയ്യാം അല്ലേ. 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ എത്ര വരും? 2 വെച്ച് ക്യാൻസൽ, മുകളിൽ 69 വരും, താഴെ 10 വരും. അപ്പോൾ ആൻസർ എത്ര വരും? 69π/10 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ അവിടെ ഫിഗർ ഒന്നും വരയ്ക്കേണ്ട, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആൻസർ ഇങ്ങനെ കിട്ടും. ഞാനിവിടെ ഫിഗർ ഒന്നും വരച്ചല്ലത് പറഞ്ഞ് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് അറിയുന്നതാണ് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഫിഗർ വരയ്ക്കണമെങ്കിൽ ദാ ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കോ. ഫിഗർ വരയ്ക്കുന്നത് g(x) = x ആണല്ലോ. x y. ഇപ്പോൾ g(x) = x ആണെങ്കിൽ അതിൻ്റെ അർത്ഥം y = x ആണ്. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ സെയിം ആണല്ലോ. എക്സിന് 0 0 ഒരു പോയിന്റ്, 1 1. എക്സിന് 1 ആകുമ്പോൾ വൈക്ക് 1, 2 ആകുമ്പോൾ 2 2, പിന്നെ 3 ആകുമ്പോൾ 3 3. ഇതാ ഇങ്ങനെ പോകും. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് ആരുടെ കർവ്? ഇതാണ് g(x) = x എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് g(x) = x എന്ന് പറയുന്ന കർവ്. ഓക്കെ, പിന്നെ അടുത്തത് ഏതാ? f(x) = 1/2 + x². ഇവിടെയല്ലേ 1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പം 1/2 ആകുമ്പോൾ എന്താ ഇവിടെ വരും അല്ലേ, 1/2 പകുതിയിൽ. അപ്പം ഇതിൽ നിന്ന് പാസ് ചെയ്യുന്ന രീതിയിൽ എന്താണ് y ശരിക്കും y = x² എന്താണ്? y = x² പരാബോളയുടെ ഇക്വേഷൻ ആണ് അല്ലെ. ആ x² എന്ന് പറഞ്ഞാൽ സെന്റർ എന്താകണം? സെന്റർ 1/2 നിന്ന് തുടങ്ങണം. 1/2 ഇതാ ഈ പോയിന്റ് അല്ലേ. അപ്പം ഈ പോയിന്റിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്ന y = x². അപ്പം ഇതാണ് y = 1/2 + x². മനസ്സിലായോ? അതായത് y = x² നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ ആണ്. ആ പരാബോളയുടെ ഒറിജിൻ നമ്മൾ എത്ര എടുക്കണം? x² + 1/2 ആയതുകൊണ്ട് 0യിൽ നിന്ന് മാറ്റി 1/2 നിന്ന് വേണം പോകാനായിട്ട്. ഓക്കെ, എബൌട്ട് x ആക്സിസ് ആയതുകൊണ്ട് ഈ പോർഷൻ വരച്ചാൽ മതി, ഇങ്ങോട്ട് വരയ്ക്കേണ്ട. അപ്പം ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്. അപ്പോൾ 0 to 2 അല്ലേ. എക്സിൻ്റെ വാല്യൂ 0 ആവും, വൈയുടെ വാല്യൂ എവിടെ വരെ എടുത്താൽ മതി? നമ്മൾ ഇതാ 2 വരും. അപ്പം എന്താ ഈ പോർഷൻസ് ഇതാ ഇവിടെ വന്ന് ടച്ച് ചെയ്യണം. അപ്പം ഈ ഇതാ മാർക്ക് ചെയ്യുന്ന ഈ പോർഷനാണ് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ റീജിയൻ. ഓക്കെ, ഈ റീജിയണിനെ റിവോൾവ് ചെയ്യുന്ന പോർഷൻ്റെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ 0 to 2. ബാക്കിയെല്ലാം മനസ്സിലായല്ലോ. ഇതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് വെൻ ദ റീജിയൻ എൻക്ലോസ്ഡ് ബൈ y = √x, y = 2 ആൻഡ് x = 0 റിവോൾവ് എബൌട്ട് y ആക്സിസ്. കണ്ടോ, അവിടെ റിവോൾവ് എബൌട്ട് ഏത് ആക്സിസ് ആണെന്ന് പറയുന്നുണ്ട്? റിവോൾവ് എബൌട്ട് y ആക്സിസ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ പക്ഷേ അവിടെ റിവോൾവ് എബൌട്ട് y ആക്സിസ് ആയതുകൊണ്ട് അവിടെ ക്വസ്റ്റ്യനകത്ത് വോളിയം ഓഫ് സോളിഡ് എന്ന് എടുത്ത് പറയുന്നുണ്ട് അല്ലേ. അവിടെ മെഷർ മെത്തേഡ് ആണോ? അല്ല, അവിടെ വോളിയം ഓഫ് ദ സോളിഡ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ജനറേറ്റഡ് റീജിയൻ എൻക്ലോസ്ഡ് ബൈ y = √x ഉള്ളൂ അല്ലേ. എൻക്ലോസ്ഡ് ബൈ y = √x അല്ലേ ഉള്ളൂ. ബിറ്റ്വീൻ ആണോ? അല്ല. അപ്പോൾ വാഷർ മെത്തേഡ് ആണോ? ബിറ്റ്വീൻ ആണെങ്കിൽ വാഷർ മെത്തേഡ് വരത്തുള്ളൂ. ഇവിടെ ബിറ്റ്വീൻ അല്ലല്ലോ. ബിറ്റ്വീൻ അല്ലാത്ത അല്ലെങ്കിൽ അണ്ടർ ദ കർവ്, രണ്ട് കർവിനിടയിലാണെങ്കിലോ അങ്ങനെ ഏതെങ്കിലും ആണെങ്കിൽ ഏത് മെത്തേഡ് വരത്തുള്ളൂ? വാഷർ മെത്തേഡ് വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ വാഷർ മെത്തേഡ് അല്ലല്ലോ. അപ്പോൾ ഇവിടെ ഏത് മെത്തേഡാ? വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ ഇക്വേഷൻ. എന്താണ് വോളിയം ഓഫ് സോളിഡ് ഓഫ് റെവല്യൂഷൻ? എബൌട്ട് y ആക്സിസ് ആകുമ്പോൾ ഇക്വേഷൻ എന്തരും? എബൌട്ട് y ആക്സിസ് ആയതുകൊണ്ട് വോളിയം v കാണാനുള്ള ഇക്വേഷൻ തന്നെ. v = ഇന്റഗ്രൽ y = a to b പൈ ഇൻറ്റു u of y അതിൻ്റെ സ്ക്വയർ ഇൻറ്റു dy വരും. പൈ ഇൻറ്റു u of y അതിൻ്റെ സ്ക്വയർ ഇൻറ്റു dy വരും. ഓക്കെ ആണല്ലോ. അവിടെ y = എത്ര തന്നേക്കുന്നത്? √x അല്ലേ തന്നേക്കുന്നത്. ഗിവൺ y = √x ആണ് നമ്മുടെ കർവ്. അപ്പം ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ y² എന്ത് വരും? x വരും. ശരിയല്ലേ. തിരിച്ചെഴുതുമ്പം എന്ത് വരും? x = y² ആവുമല്ലോ. എക്സിനെയാണ് നമ്മളിവിടെ എന്തെടുക്കുന്നത്? u of y എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ u of y = y² വരും. മനസ്സിലായോ? അതായത് y നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? y = f of x എന്ന് ഡിനോട്ട് ചെയ്യും. എക്സിനെ നമ്മൾ ഇൻ ടേംസ് ഓഫ് വൈയിലുള്ള കർവായിട്ട് u of y എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ u of y = y² ആണെങ്കിൽ u of y അതിൻ്റെ സ്ക്വയറോ
യു ഓഫ് ഐയുടെ സ്ക്വയർ വൈ റേസ് ടു 4 വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കർവിൻ്റെ ഇക്വേഷൻ കിട്ടി. യു ഓഫ് ഐയുടെ സ്ക്വയർ വൈ റേസ് ടു 4 കിട്ടി. ഇനി ലിമിറ്റിംഗ് വാല്യൂ ഇതാ y ഈസ് ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. അപ്പോൾ y ഈസ് ഈക്വൽ ടു 2 അപ്പർ ലിമിറ്റ് വരും. ആൻഡ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഈക്വൽ ടു 0 വൈ ആക്സിസ് അല്ലേ. അപ്പം എക്സിൻ്റെ വാല്യൂ 0. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 കൊടുത്താൽ വൈയും എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പം വോളിയത്തിൻ്റെ വി ഈസ് ഈക്വൽ ടു വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ എന്തിനും വൈ ഈസ് ഈക്വൽ ടു ലിമിറ്റിംഗ് വാല്യൂ 0 to 2 വരും. അല്ലെങ്കിൽ തന്നെ എക്സ് വൈ സ്ക്വയർ ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ അല്ലേ ഒരു കർവ് വരുന്നത്. ദാ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്. എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ദാ എബൌട്ട് എക്സ് ആക്സ് ആകുമ്പോൾ ഇതാണ് വൈ സ്ക്വയർഡ് ഈക്വൽ ടു എക്സിൻ്റെ കർവ്. കണ്ടോ, ഇതാണ് വൈ സ്ക്വയർഡ് ഈക്വൽ ടു എക്സിൻ്റെ കർവ്. പിന്നെ ഏതാ പറഞ്ഞേക്കുന്നത്. പിന്നെ വൈ ഈസ് ഈക്വൽ ടു 2. വൈ ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ആർക്ക് പാരലായിട്ട് വരയ്ക്കണം. വൈ ഈസ് ഈക്വൽ ടു 2. ഇതാണ് വൈ ഈസ് ഈക്വൽ ടു 2. ഇവിടാണ് 2. അത് നമ്മൾ എക്സ് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കണം. അപ്പോൾ അതാ ഈ പോർഷൻ്റെ ഈ റീജിയണിനെ റിവോൾവ് ചെയ്യുന്ന പോർഷൻ്റെ വോളിയം വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ ലോവർ ലിമിറ്റ് 0 വരും, അപ്പർ ലിമിറ്റ് 2 വരും. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് ഇവിടെ ഒറിജിൻ 0 0 ആയിരിക്കും. ഇവിടെ ലിമിറ്റിംഗ് വാല്യൂ 0,2 ആയിരിക്കും. അപ്പോൾ ലിമിറ്റിംഗ് വാല്യൂ എത്ര വരും 0 to 2 വരും. ഓക്കെ, അപ്പം y ഈസ് ഈക്വൽ ടു 0 to 2 y റേസ് ടു 4 ഇൻറ്റു ഡി വൈ വരും. ഓക്കെ ആണല്ലോ. പൈ ഉണ്ടേ, പൈ y റേസ് ടു 4 ഇൻറ്റു ഡി വൈ വരും. പൈ കോൺസ്റ്റൻ്റ് ആണ്. y റേസ് ടു 4ൻ്റെ ഇൻ്റഗ്രൽ എത്ര വരും. y റേസ് ടു 5/5 വരും. ലിമിറ്റിംഗ് വാല്യൂ 0 to 2 വരും. അപ്പർ ലിമിറ്റ് 2 ലോവർ ലിമിറ്റ് 0 അല്ലേ. അപ്പോൾ π/5 പുറത്തെടുക്കുന്നു. അപ്പർ ലിമിറ്റ് 2 എടുത്താൽ 2 റേസ് ടു 5 32 വരും. ലോവർ ലിമിറ്റ് 0 എടുത്താൽ 0 ആണ്. കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ആൻസർ എത്ര വരും. ആൻസർ 32π/5 എന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ആൻസർ 32π/5 എന്ന് കിട്ടും ആൻസർ. ഓക്കെ, ഇവിടെയും നമുക്ക് ഫിഗർ വലുതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് വാഷർ മെത്തേഡ് ആണോ സോളിഡ് ഓഫ് റെവല്യൂഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഇവിടെ റീജിയൻ എൻക്ലോസ്ഡ് ബൈ y ഈസ് ഈക്വൽ ടു √x എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ സോളിഡ് ഓഫ് റെവല്യൂഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ 0 to 2 ആണ്. കാരണം നമ്മൾ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ആ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ഇതാണ് വൈ സ്ക്വയർഡ് ഈക്വൽ ടു എക്സിൻ്റെ കർവ്. y ഈസ് ഈക്വൽ ടു 2 എക്സ് ആക്സിസിന് പാരലായിട്ട് വരച്ചു. പിന്നുള്ളത് എക്സ് ഈക്വൽ ടു 0. നമുക്കറിയാം എക്സ് ഈക്വൽ ടു 0 ഏത് ആക്സിസ് ആണ് വൈ ആക്സിസ്. അപ്പം ഇതാണ് നമ്മുടെ റീജിയൻ. ആ റീജിയനകത്ത് ഒറിജിൻ 0 0 ആണ്. ഇവിടുത്തെ ലിമിറ്റിംഗ് വാല്യൂ 0 to 2. അപ്പം വൈയുടെ ലിമിറ്റിംഗ് വാല്യൂ ഇത് 0 to 2 വരും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് വോളിയം ഓഫ് ദ സോളിഡ് ജനറേറ്റഡ് വെൻ ദ റീജിയൻ അണ്ടർ ദ കർവ് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ് ഓവർ ദ ഇൻ്റർവൽ 0 to ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് ദ ലൈൻ y ഈസ് ഈക്വൽ ടു -1 ആണ്. ഓക്കെ, അപ്പം അവിടെ നമുക്ക് എന്താണ് ഈ ആക്സിസ് ഓഫ് റെവല്യൂഷനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം സ്കെച്ച് ചെയ്യണം. ഫസ്റ്റ് സ്കെച്ച് ദ റീജിയൻ ആൻഡ് ആക്സിസ് ഓഫ് റെവല്യൂഷൻ. ഓക്കെ, ആക്സിസ് ഓഫ് റെവല്യൂഷനെ നമ്മൾ എന്താണ് റീജിയണിനെയും ആക്സിസ് ഓഫ് റെവല്യൂഷനെയും നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇമാജിൻ ചെയ്യുകയാണ് അവിടെ റിവോൾവിങ് എബൌട്ട് എക്സ് ആക്സിസ് ആണ് എന്ന് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഇമാജിൻ ചെയ്യുക കേട്ടോ. ഇവിടെ നമ്മൾ ആക്സിസ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് എബൌട്ട് എക്സ് ആക്സിസ് ആണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലിമിറ്റിംഗ് വാല്യൂ എക്സ് എന്ന് പറയുന്നത് ഏത് ഇൻ്റർവലാണ് വരേണ്ടത് 0 to 2 എക്സ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിഡ് എന്ന് പറയുന്ന പാർക്ക് പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് y ഈസ് ഈക്വൽ ടു -1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു വാഷറാണ്. വാഷറിൻ്റെ ഔട്ടർ റേഡിയസ് എക്സ് സ്ക്വയർഡ് പ്ലസ് 1 ഇന്നർ റേഡിയസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ടു ഏത് ആക്സിസ് ആണെന്ന് പറയുന്നുണ്ട്. പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ഓഫ് റെവല്യൂഷൻ എക്സ് ആക്സിസ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് അപ്പോൾ ആദ്യം സ്കെച്ച് ചെയ്യണം. റീജിയണിനെ നമ്മൾ ആദ്യം സ്കെച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ ആക്സിസ് ഓഫ് റെവല്യൂഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണം ആക്സിസ് ഓഫ് റെവല്യൂഷൻ ഏതാണ് എബൌട്ട് ആൻ എക്സ് ആക്സിസ് ആണ് എന്ന് അസ്യൂമിങ് ചെയ്യുന്നു. അപ്പം ആക്സിസ് ഓഫ് റെവല്യൂഷൻ എബൌട്ട് എക്സ് ആക്സിസ് ആണ്. നമുക്ക് സ്കെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്രോസ് സെക്ഷൻ എന്താണ് ഒരു വാഷറാണ്. സ്കെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിഡ് എന്ന് പറയുന്നത് എന്താണ് സോളിഡ് ഓഫ് ദ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് y ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അവിടെ കിട്ടുന്ന വാഷറാണ്. വാഷർ ആണെങ്കിൽ എന്തൊക്കെ കാണണം ഔട്ടർ റേഡിയസും കാണണം, പിന്നെ എന്ത് കാണണം ഇന്നർ റേഡിയസും കാണണം. വാഷർ ആണെങ്കിൽ എന്തൊക്കെ കാണണം ഔട്ടർ റേഡിയസും കാണണം, ഇന്നർ റേഡിയസും കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് ഫിഗർ വരുന്നത്. നോക്കിയാട്ടെ, ഇത് y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർഡ്. എക്സ് ആക്സിസും വരയ്ക്കുന്നു. ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് y ആക്സിസ്. ഓക്കെ, ഒരു കർവ് ഏതാ പറഞ്ഞിരിക്കുന്നത് എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു y അല്ലേ. എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു y എന്ന് പറയുമ്പോൾ ഈ ഒരു ഷേപ്പ് വരും അല്ലേ, പരാബോള അല്ലേ. ഇതാണ് നമ്മുടെ എക്സ് സ്ക്വയർഡ് ഈക്വൽ ടു y. 0 to ആണ് ഇൻ്റർവൽ. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ 0 ഈ പോർഷൻ വരും.
എക്സ് ആക്സിസിൽ 2 ദാ ഈ പോർഷൻ വരും. അപ്പോൾ 0 to 2 ആകുമ്പോൾ ഇവിടെ വരെ വന്നാൽ മതി അല്ല, ഇൻ്റർവൽ 0 to 2 ആണ് ഈ ഒരു പോർഷൻ വന്നാൽ മതി. ഓക്കെ, പിന്നെ ഈസ് റൊട്ടേറ്റഡ് എബൌട്ട് ദ ലൈൻ y ഈസ് ഈക്വൽ ടു -1. y ഈസ് ഈക്വൽ ടു -1 എന്നുള്ള ആർക്ക് ഇവിടെ അല്ലേ y ഈസ് ഈക്വൽ ടു -1 ആർക്ക് പാരലായിട്ട് വരണം, എക്സ് ആക്സിസിന് പാരലായിട്ട് വരണം. ഇതാണ് y ഈസ് ഈക്വൽ ടു -1. അപ്പം ഈ എന്താണ് ഈ y ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈനിൽ കൂടെ ഇത് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. അപ്പം y ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈനിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതാണ് റൊട്ടേഷൻ വരുന്നത്. ഇതല്ലേ നമ്മുടെ ഒറിജിൻ അല്ലേ, y ഈസ് ഈക്വൽ ടു -1. ഇതാണ് നമ്മുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. കണ്ടോ, y ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈനിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം. അപ്പം ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സർക്കുലാർ പോർഷൻ പോലെ ഇങ്ങനെ കിട്ടുമല്ലോ. അപ്പം ഈ പോർഷൻ്റെ ആണ് നമ്മൾ എന്ത് ചെയ്യണം, ഇതാണ് നമ്മുടെ റീജിയൻ. കാട്ട് വരച്ചിട്ട് കൂടിപ്പോയേ ഇത്. അപ്പം ഈ പോർഷനാണ് നമ്മുടെ റീജിയൻ തന്നേക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ റീജിയൻ. ഓക്കെ, അപ്പം ഈ റീജിയണിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സോളിഡിൻ്റെ റെവല്യൂഷൻ്റെ വേണം വോളിയം കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്, വാഷർ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത്. വാഷർ മെത്തേഡാണെങ്കിൽ നമുക്ക് ഔട്ടർ റേഡിയസും വേണം ഇന്നർ റേഡിയസും വേണം അല്ലേ. ഔട്ടർ റേഡിയസും ഇന്നർ റേഡിയസും വേണമെങ്കിൽ അവിടെ കർവ് എന്താണ്, f(x) എന്ന് പറയുന്നത് എന്താകണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു g(x) ആണ് അല്ലേ. f(x) എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താകണം, g(x) ആകണം. അതേപോലെ അവിടെ ഔട്ടർ റേഡിയസ് അല്ലേ, നമ്മൾ രണ്ട് റേഡിയസ് കിട്ടുമല്ലോ, ഇന്നർ റേഡിയസ് f(x)ഉം ഔട്ടർ റേഡിയസ് g(x) ആയിരിക്കും അല്ലേ. പുറകിലൂടെ പോകുന്ന പോർഷൻ കർവിൻ്റെ റേഡിയസ് ആണ് ഔട്ടർ റേഡിയസ്. നമ്മൾ അവിടെ ഔട്ടർ റേഡിയസിനെയാണ് എന്തെന്ന് എടുക്കുന്നത്, f(x) എന്ന് എടുക്കുന്നത്. ഔട്ടർ റേഡിയസിനെ f(x) എന്നും ഇന്നർ റേഡിയസിനെ നമ്മൾ എന്തെന്ന് എടുക്കുന്നു, g(x) എന്നും എടുക്കുന്നു. ഔട്ടർ റേഡിയസിനെ f(x) എന്നും ഇന്നർ റേഡിയസിനെ നമ്മൾ g(x) എന്നും എടുക്കുന്നു. ഓക്കെ, അപ്പം ഇന്നർ റേഡിയസ് g(x) എന്ന് പറയുമ്പോഴത്തേനും നോക്കിയട്ടെ, ഈ കർവ് ഏതിലൂടെ പോർഷൻ ചെയ്യുന്നത്, ഔട്ടർ റേഡിയസ് എന്താ നമുക്ക് കിട്ടുന്നത്, ഒരു സർക്കുലാർ റീജിയൻ ആണ് കിട്ടുന്നത്. അപ്പോൾ സർക്കുലാർ റീജിയൻ ആകുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ത് വരും, എക്സ് റേഡിയസ് -1 അല്ലേ വരുന്നത്. ആക്സിസ് എന്താണ്, ആക്സിസ് ഓഫ് റെവല്യൂഷൻ 0 to 2 അല്ലേ, y ഈസ് ഈക്വൽ ടു -1 അല്ലേ വരുന്നത്. y ഈസ് ഈക്വൽ ടു -1 ആണ് വരുന്നതെങ്കിൽ അവിടുത്തെ ഔട്ടർ റേഡിയസ് f(x) എത്ര വരും, ഔട്ടർ റേഡിയസ് f(x) ഈക്വൽ ടു x² + 1 വരും. ഇന്നർ റേഡിയസ് g(x) -1ൻ്റെ സ്ക്വയർ 1². കാരണം ഇന്നർ പോർഷൻ എന്ന് പറഞ്ഞാൽ എബൌട്ട് ദ ലൈൻ y ഈസ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞ ലൈനിൽ കൂടെ അല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ റേഡിയസ് എത്രയാണ് വരുന്നത്, 1 ആണ്. ഓക്കെ, അപ്പം ഇന്നർ റേഡിയസ് g(x) ഈക്വൽ ടു എത്ര വരും, 1 വരും. ഔട്ടർ റേഡിയസ് ഓഫ് x² + 1 വരും. ഏതിൻ്റെ ഇക്വേഷനാണ്, സർക്കിളിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട്. ഔട്ടർ റേഡിയസ് ഒരു സർക്കുലർ ഷേപ്പ് അല്ലേ വരുന്നത്, അപ്പോൾ x² + 1 വരും ഔട്ടർ റേഡിയസ്. ഓക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടെ a(x) എന്ന് വരും. a(x) ആണല്ലോ ഇക്വേഷൻ. a(x) ഈക്വൽ ടു പൈ ഇൻറ്റു എന്താണ്, പൈ ഇൻറ്റു f(x) അതിൻ്റെ സ്ക്വയർ മൈനസ് എന്ത് വരും, g(x) അതിൻ്റെ സ്ക്വയർ. ഓക്കെ, g(x) അതിൻ്റെ സ്ക്വയർ, f(x)ൻ്റെ സ്ക്വയർ മൈനസ് g(x)ൻ്റെ സ്ക്വയർ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വരും, ദാറ്റ് ഈസ് ഈക്വൽ ടു a(x) ഈക്വൽ ടു എന്താണ്, പൈ ഇൻറ്റു f(x) എത്ര, x² + 1 ആണ് അല്ലേ. x² + 1 അതിൻ്റെ സ്ക്വയർ മൈനസ് g(x) 1 1² 1 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, x²ൻ്റെ സ്ക്വയർ x⁴ വരും, പിന്നെ പ്ലസ് 2x² വരും, പ്ലസ് 1 വരും, -1 വരും. 1 -1 ക്യാൻസൽ ആയിപ്പോയല്ലോ. ബാക്കി a(x) എത്ര വരും, a(x) ഈക്വൽ ടു പൈ ഇൻറ്റു പൈയുടെ ബ്രാക്കറ്റിൽ x⁴ പ്ലസ് 2x² വരും a(x). അപ്പം നമ്മുടെ ക്രോസ് സെക്ഷൻ ഏരിയ a(x) കിട്ടിയല്ലോ. ക്രോസ് സെക്ഷൻ ഏരിയ a(x) കിട്ടിയാൽ വോളിയം കാണാനുള്ള ഇക്വേഷൻ വോളിയം v ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ x ഈക്വൽ ടു a to b. ക്വസ്റ്റിനകത്ത് ലിമിറ്റിംഗ് വാല്യൂ 0 to 2 തന്നിട്ടുണ്ട്. ക്രോസ് സെക്ഷനെ ഇൻ്റഗ്രേഷൻ ചെയ്തത് ക്രോസ് സെക്ഷൻ പൈ ഇൻറ്റു x⁴ പ്ലസ് 2x² ഇൻറ്റു എന്തൊരു dx വരും. പൈ ഇൻ്റഗ്രൽ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. x⁴ ഇൻ്റഗ്രൽ x⁵5/5 ആണ്, പ്ലസ് 2 ഇൻറ്റു x² ഇൻ്റഗ്രൽ x³/3 വരും. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് 0 to 2 വരും. എക്സിന് അപ്പർ ലിമിറ്റ് 2 കൊടുക്കുക, ലോവർ ലിമിറ്റ് 0. അപ്പർ ലിമിറ്റ് 2 കൊടുത്താൽ 2⁵5 32 ആണ്, 32/5 വരും. പിന്നെ 2 കൊടുത്താൽ 2³ 8 ആണ്, 8 × 2 16/3 വരും. ലോവർ ലിമിറ്റ് 0 കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇതിൽ നിന്ന് രണ്ടിടത്തും നമുക്ക് ഏത് കോമൺ എടുക്കാം, ഒരു 16 പുറത്തെടുക്കാം.
അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പൈ ഇൻറ്റു 32ന് 16 പുറത്തെടുത്താൽ ബാക്കി എത്രയാണ് 2 വരും. 16 ഇൻറ്റു 2 അല്ലേ 32, അപ്പോൾ 2/5 വരും. പ്ലസ് അടുത്ത ഈ ടേമിന് 16 പുറത്ത് പോയാൽ ബാക്കിയുടെ 1 വരും, അപ്പോൾ 1/3 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 16 പൈ ഇൻറ്റു ഇവിടെ 5ഉം 3ഉം കൂടെ LCM എടുത്താൽ അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ 2 ഇൻറ്റു 3 6 പ്ലസ് 1 ഇൻറ്റു 5 5/5 ഇൻറ്റു 3 15 വരും. ഓക്കെ, ഇത് 6 + 5 അല്ലേ, 6 + 5 11 വരും. 11 ഇൻറ്റു 16 എത്ര വരും 176 പൈ വരും. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 176 പൈ ഡിവൈഡഡ് ബൈ 15 എന്ന് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ. ഇതാണ് വാഷർ മെത്തേഡിൽ അതിൻ്റെ വോളിയം കാണാനുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ, ക്ലിയർ ആയിട്ട് വന്നല്ലോ അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഇന്നർ റേഡിയസിനെ ഔട്ടർ റേഡിയസിനെ എഴുതുമ്പോഴേ ഉള്ളൂ ഡൗട്ട് വരുന്നത്. ഇവിടെ എബൌട്ട് ദ ലൈൻ y ഈസ് ഈക്വൽ ടു -1 റീജിയൻ എടുക്കുന്നത്. അതുകൊണ്ട് ഔട്ടർ റേഡിയസിൻ്റെ f(x) ഈക്വൽ ടു x² + 1 വരുന്നത്. ഇതാണ് നമ്മുടെ ഔട്ടർ റേഡിയസ്. ഇതിൻ്റെ കൂടെ ഈ ഒരു പോർഷനും കൂടെ ആഡ് ചെയ്ത് വരുന്നതാണ് റേഡിയസ്. അപ്പോൾ x² + 1 വരും. പക്ഷേ ഇന്നർ റേഡിയസ് ആവും ഈ പുറത്തുള്ള പോർഷൻ മാത്രമേ ഉള്ളൂ, അത് g(x) ഈക്വൽ ടു 1 വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, ബാക്കി 3-4 ക്വസ്റ്റിനോടാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.